Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പയ്യന്നൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾക്കും അനുമോദനം സംഘടിപ്പിച്ചു. തിളക്കം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കണ്ണൂർ ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് IAS ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിജയികൾക്കും 100% വിജയം നേടിയ സ്കൂളുകൾക്കും അനുമോദനം ഏർപ്പെടുത്തി. ശ്രീ കൂർമ്പ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കണ്ണൂർ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് IAS ഉദ്ഘാടനം ചെയ്തു. കൃത്യമായിട്ടുള്ള ഡയറക്ഷനിൽ പഠിച്ച് എക്സാം ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ പെർഫോമൻസ് ഔട്ട്പുട്ട് കൊടുത്ത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ മാർക്ക് വന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് ചാൻസസും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷനാണ് നിങ്ങളിവിടെ എത്തിയിരിക്കുന്ന, നിങ്ങളിവിടെ എത്ര കാരണകരായിട്ടുള്ള നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സർട്ടിഫിക്കറ്റ്സ്, കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്സ്. അപ്പോൾ അത് കിട്ടാത്ത അല്ലെങ്കിൽ ഒരു സാധ്യത ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ 10ാം ക്ലാസ് പഠിച്ച് എനിക്കത് 9 A+. അപ്പോൾ 9 A ഒരേ ആ സമയത്ത്. അപ്പോൾ 9 A ഒരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തി എന്ന ഈ പടിയിൽ പ്രതി കയറാൻ പറ്റില്ല. കാര്യം പ്രത്യേകിച്ച് സമ്മാനങ്ങളൊന്നും കിട്ടില്ല. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി അധ്യക്ഷനായി. CA മുഹമ്മദ് സാലി കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M പ്രദീപൻ സ്വാഗതം പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ P ശ്യാമള, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാമകൃഷ്ണൻ, സീമ ടീച്ചർ TV ഷീബ, VP മോഹനൻ മാസ്റ്റർ, ശ്രീജ AK പോത്തേരകൃഷ്ണൻ, K ജയചന്ദ്രൻ മാസ്റ്റർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഉപജില്ലാതല വിജയോത്സവം സംഘടിപ്പിച്ചു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഉപജില്ലാതല വിജയോത്സവം സംഘടിപ്പിച്ചു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. പല രംഗത്തും കണ്ണൂർ ജില്ല മുൻപന്തിയിൽ നിൽക്കുന്നു. എന്നാൽ പണനിലവാരത്തിൽ കണ്ണൂർ ജില്ല പുറകോട്ടേക്ക് പോകുന്ന അനുഭവം ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് 2005-2010 ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ കാലത്ത് അന്നാദ്യമായിട്ടുള്ള കഴിഞ്ഞ ദിവസം അന്തരിച്ചിട്ടുള്ള പ്രസിഡന്റായ ഭരണസമിതി, ആ ഭരണസമിതിയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ മുഖ്യമായിരുന്നില്ല ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കരിവള്ളൂർ പെരളം പഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ, ജില്ലാ പഞ്ചായത്ത് അംഗം AV ലേജു, കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK ഗംഗാധരൻ, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KG ബിന്ദുമോൾ, ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി, P ശശിധരൻ, T വിജയൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ഉപരിപഠന സാധ്യത മുൻനിർത്തി കരിയർ ഗൈഡൻസ് ക്ലാസും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിയിൽ വനിതകൾക്ക് നൽകുക ഡമ്മി ടിക്കറ്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിംഗ് പോയിന്റും മാർക്ക് ചെയ്തുകൊണ്ടുള്ള ടിക്കറ്റുകളാകും വനിതകൾക്ക് നൽകുക. 3200 ഓർഡിനറി സർവീസുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. മറ്റു ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കുന്നത് സംബന്ധിച്ച് പഠനം ആരംഭിച്ചു. ടിക്കറ്റിൽ ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ എന്നുള്ളതും ക്രമീകരിക്കും. 3200 ഓർഡിനറി സർവീസുകളിലാണ് ആദ്യഘട്ടത്തിൽ സൗജന്യയാത്ര നടപ്പാക്കാൻ പോകുന്നത്. സൗജന്യയാത്ര നടപ്പിലാക്കുന്നത് വകുപ്പ് തലത്തിലെ 2 സർവേകൾക്ക് ശേഷമായിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്.
സ്ത്രീകളുടെ സൗജന്യയാത്ര ഫലപ്രദമായി നടപ്പിലാക്കാൻ 500 ബസ്സുകളെങ്കിലും അധികമായി വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ. ഇതിനായി സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കെടുക്കാനും ആലോചനയുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. 15-ാം തീയതി മുതൽ സൗജന്യയാത്ര നടപ്പിലാക്കുമെന്നാണ് സർക്കാർ ആവർത്തിച്ചു പറയുന്നത്. ഈ മാസം 10-ന് ചേരുന്ന ക്യാബിനറ്റ് യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. APL, BPL സാമ്പത്തിക സാമൂഹിക വ്യത്യാസമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യം ലഭിക്കും. ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യമായി യാത്ര ചെയ്യാം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവും കരിവെള്ളൂർ സമരനായകനുമായ AV കുഞ്ഞമ്പുവിന്റെ ചരമവാർഷിക ദിനം സമുചിതമായി ആചരിച്ചു. KV സുമേഷ് MLA അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവും കരിവെള്ളൂർ സമരനായകനുമായിരുന്ന AV കുഞ്ഞമ്പുവിന്റെ 46-ാം ചരമവാർഷിക ദിനം ആചരിച്ചു. കരിവെള്ളൂർ രക്തസാക്ഷി നഗറിൽ ദിനാചരണ കമ്മിറ്റി ചെയർമാൻ K. നാരായണൻ പതാക ഉയർത്തി. ഓണക്കുന്ന് കേന്ദ്രീകരിച്ചു നടന്ന ബഹുജന പ്രകടനം ഓണക്കുന്ന് കരിവെള്ളൂർ ബസാർ ചുറ്റി രക്തസാക്ഷി നഗറിൽ സമാപിച്ചു. തുടർന്നു നടന്ന അനുസ്മരണ സമ്മേളനം KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. വളരെ സമഗ്രമായ പ്രോജ്വലമായ ഒരു ജീവിതം ഈ നാടിന് വേണ്ടി സമർപ്പിച്ച സഖാവേവിയെ സംബന്ധിച്ച് ഇവിടെ ഹ്രസ്വമാനങ്ങളിലൂടെ സൂചിപ്പിക്കുന്നില്ല. ഒരു പാർട്ടി എന്ന നിലയിൽ CPIM നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലും ഈ അർത്ഥത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് ഒട്ടേറെ മനുഷ്യരുടെ ത്യാഗസുരബലമായ ജീവിതത്തിന്റെ സംഭാവനയുടെ ഭാഗമായിട്ടാണ്. നമുക്കറിയാം, സഖാവ് ഇവിടെ ദിനാചരണ കമ്മിറ്റി ചെയർമാൻ K. നാരായണൻ അധ്യക്ഷത വഹിച്ചു. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ജെക്സി തോമസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. P. സന്തോഷ്, C. കൃഷ്ണൻ, V. നാരായണൻ, M. രാഘവൻ, P. രമേശൻ, ഡോക്ടർ വിജയകുമാർ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ഗ്യാസ് ടാങ്കർ ലോറി തകരാറിലായി. മണിക്കൂറുകളോളം രൂക്ഷമായ ഗതാഗതക്കുരുക്ക്. ശക്തമായ മഴയും ഗതാഗതക്കുരുക്കും കാരണം യാത്രക്കാരും നാട്ടുകാരും വലിയ ദുരിതമാണ് അനുഭവിച്ചത്. ചൊവ്വാഴ്ച രാവിലെ മംഗലാപുരത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ഗ്യാസ് ടാങ്കർ ലോറിയാണ് പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിന് സമീപം യന്ത്ര തകരാറിനെ തുടർന്ന് റോഡിൽ കുടുങ്ങിയത്. ഇതോടെ ഗതാഗതം സ്തംഭിക്കുകയും കിലോമീറ്ററുകളോളം വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെടുകയും ചെയ്തു. ജോലിക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി പോകുകയായിരുന്ന നൂറുകണക്കിന് ആളുകളാണ് വഴിയിൽ കുടുങ്ങിയത്. സംഭവസ്ഥലത്ത് ആവശ്യത്തിന് ട്രാഫിക് പോലീസോ മറ്റ് ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങളോ ഇല്ലാതിരുന്നത് ജനങ്ങളുടെ പ്രതിഷേധത്തിന് ഇടയാക്കി. ഒടുവിൽ പ്രദേശവാസികൾ തന്നെ രംഗത്തിറങ്ങി വാഹനങ്ങളുടെ ഗതാഗതം നിയന്ത്രിക്കുകയായിരുന്നു. ഇവിടെ ടാങ്കർ ലോറിയാണ് ബ്ലോക്ക് ആയിട്ടുള്ളത്. ഇത് ഒരുപാട് ടൈമായി, ഏകദേശം 1 മണിക്കൂറിന് മുകളിലായി. ഇവിടെ ഫുള്ള് ബ്ലോക്കാണ്. ഇവിടെ ബ്ലോക്ക് നീക്കാനും ആളില്ല. എന്താ പറയേണ്ടത്, ടാങ്കർ ലോറിയിലാണെങ്കിൽ അവിടെ കടന്നുറങ്ങിയത്, വണ്ടി കടന്നുറങ്ങിയാൽ ബ്രേക്ക് ഡൗൺ ആയിട്ട്. ഇവിടെ ബ്ലോക്ക് നീക്കാനും ആളില്ല. ഇവിടെ വണ്ടി ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഫുള്ള് ബ്ലോക്കാണ്. പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് വരെ ബ്ലോക്ക് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിന് പെട്ടെന്നൊരു നടപടി. ഇതിനിടെ പ്രദേശത്ത് പെയ്ത ശക്തമായ മഴയും ഗതാഗത കുരുക്കും കൂടി ആയതോടെ പഴയങ്ങാടി മേഖലയിൽ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ജന്തർ മന്ദറിൽ CPI, AISF, AIYF നേതാക്കൾക്കെതിരെ ഉണ്ടായ RSS ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPI പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CPI മണ്ഡലം സെക്രട്ടറി V. ബാലൻ ഉദ്ഘാടനം ചെയ്തു. ജന്തർ മന്ദറിൽ നടത്തിയ പ്രതിഷേധത്തിനിടെ CPI, AISF, AIYF നേതാക്കൾക്കെതിരെ ഉണ്ടായ RSS ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPI പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CPI മണ്ഡലം സെക്രട്ടറി V. ബാലൻ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ കൗൺസിൽ അംഗം M. രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KV പത്മനാഭൻ, NB ഭാസ്കരൻ, M. ഗൗരി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന തൃക്കരിപ്പൂർ കാരോളത്തെ വിഷ്ണുദേവിന്റെ ചികിത്സയ്ക്കായി ചായ ചാലഞ്ചുമായി ഒരു നാട് മുഴുവൻ ഒന്നിച്ചു. ചായ ചാലഞ്ചിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള നിർവഹിച്ചു. ഈ ഒരു ചായ കണ്ടോ,
ഈ ഒരു ചായക്ക് ഒരു ജീവൻ്റെ വിലയുണ്ട്. അതെന്തുകൊണ്ടെന്നാൽ ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിഷ്ണുദേവ് എന്ന യുവാവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തുന്നതിനായി തളിച്ചാലത്ത് ചായ് ഹട്ട് എന്ന സ്ഥലത്ത് നടത്തിയ ഒരു ടീ ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചായയാണ്. ബൈക്ക് അപകടത്തിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളി വിദ്യാർത്ഥിയായ വിഷ്ണുദേവിനെ സഹായിക്കാൻ വേറിട്ട കാരുണ്യവേദിയൊരുക്കി ചികിത്സാ കമ്മിറ്റി. കാരോളത്തെ വിഷ്ണുദേവിൻ്റെ ചികിത്സാ ഫണ്ട് സമാഹരണാർത്ഥം ഒരു ചായ കുടിക്കൂ ജീവൻ രക്ഷിക്കൂ എന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച ചായ ചലഞ്ചാണ് നിരവധി ആൾക്കാർ പങ്കെടുത്ത് ശ്രദ്ധേയമായത്. തളിച്ചാലം ചായ ഹട്ടിൽ വച്ചായിരുന്നു ചലഞ്ച് സംഘടിപ്പിച്ചത്. ചായ ചലഞ്ചിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള നിർവഹിച്ചു. ചികിത്സാ കമ്മിറ്റി ചെയർമാൻ ടി വി ഹരീഷ് അധ്യക്ഷത വഹിച്ചു. നാടിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരും ചലച്ചിത്ര താരങ്ങളും പരിപാടിക്ക് പിന്തുണയുമായി എത്തി. വൈസ് പ്രസിഡന്റ് രജീഷ് ബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എസ് നജീബ്, ഗ്രാമപഞ്ചായത്ത് അംഗം കെ യു രാംദാസൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ഒരു യുവാവിൻ്റെ ജീവിതം തിരിച്ചുപിടിക്കുന്നതിനായി ചായ് ചലഞ്ചിൽ പങ്കെടുത്ത എല്ലാ ആൾക്കാരെയും അവർ കാരുണ്യത്തിൻ്റെ ഒരു മാതൃക തന്നെയാണ് തീർക്കുന്നത് എന്ന് വേണം പറയാൻ. വീഡിയോ ജേർണലിസ്റ്റ് ആശിഷ് കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ CDSും സംയുക്തമായി ലോക ക്ഷീര ദിനാചരണ ഭാഗമായി പാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രീത ഉദ്ഘാടനം ചെയ്തു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ CDSും സംയുക്തമായി ലോക ക്ഷീരദിനാചരണത്തിന്റെ ഭാഗമായി പാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്ത് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രീത ഉദ്ഘാടനം ചെയ്തു. FNHW ജില്ലാ RP MV രജനി ന്യൂട്രീഷൻ ക്ലാസ് എടുത്തു. CDS ചെയർപേഴ്സൺ സജിനി അധ്യക്ഷത വഹിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ വനജ, സ്മിത കരിപ്പാൽ, ലിജിന, ശ്രുതി, ശ്രീന KP എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പുത്തൂർ ഒയോളത്ത് കാർഷിക യന്ത്രങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. ഇതുമൂലം ലക്ഷങ്ങളുടെ നഷ്ടം മാത്രമല്ല, റോഡരികിൽ നിർത്തിയിട്ടതിനാൽ മറ്റു വാഹനങ്ങൾക്ക് കടന്നുപോകാനും ഇവ തടസ്സം സൃഷ്ടിക്കുകയാണ്. പുത്തൂർ ഒയോളത്ത് കാർഷിക യന്ത്രങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. ലക്ഷങ്ങളുടെ നഷ്ടം മാത്രമല്ല, റോഡരികിലായതിനാൽ മറ്റു വാഹനങ്ങൾക്ക് കടന്നുപോകാനും ഇവ തടസ്സം സൃഷ്ടിക്കുകയാണ്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ട്രാക്ടറും കറ്റകൾ മെതിച്ച് നെല്ലൊരുക്കി തരുന്ന യന്ത്രങ്ങളുമാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത്. ജില്ലാ പഞ്ചായത്താണ് ഈ യന്ത്രങ്ങൾ പാടശേഖരത്തിന് നൽകിയത്. ട്രാക്ടർ സ്വകാര്യ വ്യക്തിക്ക് വാടക കൊടുത്തതാണ് പ്രധാനമായും പ്രവർത്തനരഹിതമാകാൻ കാരണം. കൊയ്യുകയും മെതിക്കുകയും മറ്റും ചെയ്യുന്ന യന്ത്രങ്ങൾ സാർവത്രികമായതോടെ ഈ യന്ത്രവും മൂലക്കാവുകയായിരുന്നു. ഇനിയും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന നല്ലൊരു ഡീസൽ മോട്ടോർ ഇതിലുണ്ട്. രണ്ടും കൂടി വിൽക്കാൻ സാധിച്ചാൽ നല്ലൊരു തുക കിട്ടും. ഇതിന്റെ കൂടെ ബാക്കി തുക കൂടി ചേർത്താൽ പുതിയ യന്ത്രങ്ങൾ വാങ്ങി പാടശേഖരത്തിന് നൽകാവുന്നതുമാണ്. പ്രത്യേകിച്ചും നെൽകർഷകരെ ഈ മേഖലയിൽ പിടിച്ചു നിർത്താൻ ഇത്തരം പ്രവൃത്തി കൊണ്ട് സാധിക്കും. ഒപ്പം റോഡിലെ ഗതാഗത തടസ്സത്തിന് പരിഹാരമാവുകയും ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. റോഡരികിലെ വെള്ളക്കെട്ട് വ്യാപാരികൾക്കും വാഹനയാത്രക്കാർക്കും ദുരിതമായി മാറുന്നു. മലയോര മേഖലകളിലേക്കടക്കം ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന മാതമംഗലം കുറ്റൂർ റോഡിൽ മാതമംഗലം തുമ്പത്തടം റോഡിന് സമീപത്താണ് വെള്ളക്കെട്ടുള്ളത്. ഒരു വണ്ടി വരുന്ന സമയത്ത് ഈ കടകളിലേക്കാണ് എല്ലാ വെള്ളവും അടിച്ചു കയറുന്നത്. ഇപ്പം തന്നെ നോക്കിയാൽ അറിയാം, 2-3 വർഷമായിട്ട് ഇത് തന്നെയാണ് സംഭവം. എല്ലാ കൊല്ലവും വൃത്തിയാക്കാന്ന് പറയും, ഇതുവരെ വൃത്തിയാക്കില്ല. പിന്നെ അവിടെ ഒരു ഓവുചാലുണ്ട്. ആ ഓവുചാലിൻ്റെ അടിയിൽ സാധനങ്ങൾ കുടുങ്ങിയിട്ട് ആ വെള്ളം തികച്ചും ഇങ്ങോട്ട് ഓവർഫ്ലോ ബാക്കോട്ടാണ് വരുന്നത്. ആ ഓവുചാലിലെ വെള്ളമാണ് ശരിക്കും ഇങ്ങോട്ട് വന്നിട്ട് ഈ വലിയ കുഴിയിലേക്ക് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യവും പഞ്ചായത്തിനോട് പറയും, അവർ വൃത്തിയാക്കാൻ വരാം, എല്ലാ കാര്യങ്ങളും പറയും. ഇതുവരെ വൃത്തിയാക്കലുമില്ല. റോഡായാലും തോടായാലും മഴക്കാലത്ത് വെള്ളം കയറിയാൽ ദുരിതം തന്നെ. ഇത്തരത്തിൽ പിലാത്തറ മാതമംഗലം കുറ്റൂർ റോഡിൽ മാതമംഗലം തുമ്പത്തടം റോഡിന് സമീപത്തെ വെള്ളക്കെട്ട് വ്യാപാരികൾക്കും വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണി സൃഷ്ടിക്കുകയാണ്. മലയോര മേഖലയിലേക്കടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിൽ മഴ തുടങ്ങിയതോടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ മഴക്കാലത്തും സ്ഥിതി ഇങ്ങനെ തന്നെ. റോഡ് നവീകരിക്കുമ്പോൾ അല്പം ഉയർത്താത്തതാണ് ഇവിടെ വെള്ളക്കെട്ടുണ്ടാകാൻ പ്രധാന കാരണം. കൂടാതെ ഇതിലൂടെയുള്ള ഓവുചാലുകൾ കൃത്യമായി ശുചീകരിക്കാത്തതും വെള്ളക്കെട്ടിന് കാരണമാകുന്നുവെന്ന് വ്യാപാരികൾ പറയുന്നു. കൂടാതെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ തെറ്റായ വശത്തുകൂടി ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങളും ഏത് നിമിഷവും അപകടമുണ്ടാകുന്ന അവസ്ഥയാണിവിടെ. ഇതുവഴി കാൽനടയാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടിയാണ് കടന്നു പോകുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.
ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് ഒരു മാസത്തെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് മാതമംഗലം സൺറൈസ് കോളേജ് നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ തുടക്കമായി. കണ്ണൂർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിക്ഷേമ വിഭാഗം ഡയറക്ടർ ഡോക്ടർ സുജിത്ത് കെ വി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സൗഹൃദ ക്യാമ്പസ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ഹരിത കേരള മിഷനുമായി സഹകരിച്ച് 200 വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടുള്ള മിയാവാക്കി ഫോറസ്റ്റ് നിർമ്മാണം, വിഷരഹിത പച്ചക്കറിത്തോട്ട നിർമ്മാണം, പരിസ്ഥിതി വിഷയ ക്വിസ് മത്സരം, ക്യാമ്പസ് സൗന്ദര്യവൽക്കരണം, പ്ലാസ്റ്റിക് വിമുക്ത ക്യാമ്പസ്, ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ നിർമ്മാണം തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികൾക്കാണ് തുടക്കം കുറിച്ചത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിക്ഷേമ വിഭാഗം ഡയറക്ടർ ഡോക്ടർ സുജിത്ത് കെ വി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ ടി.പി. നഫീസ ബേബി, ഡയറക്ടർ ഡോക്ടർ കെ ജൗഹർ, ഡോക്ടർ രാജൻ, ഭവ്യ, ഗീതിക എന്നിവർ സംസാരിച്ചു. NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ പച്ചക്കറിത്തോട്ടത്തിന്റെയും മിയാവാക്കി വനനിർമ്മാണത്തിന്റെയും പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കാങ്കോൽ സർവീസ് സഹകരണ ബാങ്ക് വടശ്ശേരി ബ്രാഞ്ച് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കാങ്കോൽ സർവീസ് സഹകരണ ബാങ്ക് വടശ്ശേരി ബ്രാഞ്ച് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ മേഖലയിൽ നല്ല പ്രവർത്തന മികവ് കാണിക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാണ്. ഓരോ ദിവസവും പുരോഗതിയിലേക്ക് ഈ സ്ഥാപനം നീങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ചില ഘട്ടത്തിൽ അല്പം പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം മറികടന്ന് നല്ല മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച് ജനങ്ങളുടെ വിശ്വാസ്യത ആർജിച്ച് ഈ സ്ഥാപനം ഇനി മുന്നോട്ടേക്ക് പോവുകയാണ്. നമ്മുടെ സഹകരണ രംഗം ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സിദിൻ അധ്യക്ഷത വഹിച്ചു. സ്ട്രോങ് റൂമിന്റെ ഉദ്ഘാടനവും കമ്പ്യൂട്ടറിന്റെ സ്വിച്ച് ഓൺ കർമ്മവും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി സത്യപാലൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം AV ലേജു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK ഗംഗാധരൻ മാസ്റ്റർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ശ്രീലത, സെക്രട്ടറി PV പ്രഭാകരൻ, പെരിങ്ങോം യൂണിറ്റ് ഇൻസ്പെക്ടർ അനൂപ് KP, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KG ബിന്ദുമോൾ, KP രാഘവൻ, P രാധാകൃഷ്ണൻ, T ദിവാകരൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാതമംഗലം റോഡിൽ കൈതപ്രത്ത് ബസ് കാത്തിരിപ്പു കേന്ദ്രത്തിന് സമീപം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഉണങ്ങിയ മരം യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ജീവന് ഭീഷണിയാകുന്നു. മരം മുറിച്ചുമാറ്റാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവുമായി നാട്ടുകാരും യാത്രക്കാരും. നിത്യേന നൂറുകണക്കിന് വാഹനങ്ങളും കാൽനട യാത്രക്കാരും കടന്നുപോകുന്ന പ്രധാന പാതയോരത്താണ് ഈ മരം നിൽക്കുന്നത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് തൊട്ടടുത്തായതിനാൽ ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാരാണ് ഏറെയും ഭീതിയിലുള്ളത്. ഇതിനു പുറമെ മരത്തിന്റെ സമീപത്ത് കൂടിയാണ് വൈദ്യുത ലൈനുകൾ കടന്നുപോകുന്നത്. കാറ്റത്തോ മഴയത്തോ മരം ഒടിഞ്ഞു വീണാൽ വൻ ദുരന്തത്തിനാകും ഇത് വഴിവെക്കുക. മരത്തിന് സമീപത്തായി ഒരു വ്യാപാര സ്ഥാപനവും പ്രവർത്തിക്കുന്നുണ്ട്. കാലവർഷം ശക്തമാകുന്നതോടെ മരം ഏതു നിമിഷവും കടപുഴകി വീഴാമെന്ന അവസ്ഥയിലാണ്. വലിയ അപകടം സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഉണങ്ങിയ മരം മുറിച്ചു മാറ്റാൻ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കുഞ്ഞിമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന K ഗോവിന്ദൻ നമ്പൂതിരിയുടെ 2ാം ചരമ വാർഷിക ദിനം സമുചിതമായി ആചരിച്ചു. പ്രദീപ് കുമാർ കണ്ണഞ്ചേരി അനുസ്മരണ ഭാഷണം നടത്തി. കുഞ്ഞിമംഗലത്തെ പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന K ഗോവിന്ദൻ നമ്പൂതിരിയുടെ 2ാം ചരമ വാർഷിക ദിനം കുഞ്ഞിമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു. കണ്ടംകുളങ്ങര EK നമ്പ്യാർ സ്മാരക മന്ദിരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VV പ്രകാശ് മാസ്റ്റർ അധ്യക്ഷനായി. ചടങ്ങിൽ പ്രദീപ് കുമാർ കണ്ണഞ്ചേരി അനുസ്മരണ ഭാഷണം നടത്തി. VT ശിവജി, KV സതീഷ് കുമാർ, സുരേഷ് ബാബു മാസ്റ്റർ, ഗോവിന്ദൻ നമ്പൂതിരിയുടെ സഹധർമ്മിണി വിജയലക്ഷ്മി ടീച്ചർ, T പ്രഭാകരൻ, KP ശശി, AV തമ്പാൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഹെഡ്മാസ്റ്റർ വിനോദ് കുമാർ MP പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. പരിപാടിയിൽ നവീൻ കുമാർ VK ക്ലാസ് നയിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നടത്തി. SMC ചെയർമാൻ M സത്യൻ, മദർ PTA പ്രസിഡന്റ് ശ്രീധന്യ, AB ബിജു എന്നിവർ സംസാരിച്ചു.
4ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സിയന്ന ജാൻ വീട്ടുവളപ്പിലെ റെഡ് ലേഡി പപ്പായ വിത്ത് വിതരണം ചെയ്തു. കുട്ടികൾ ചേർന്ന് കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിന്നും ലഭിച്ച വൃക്ഷത്തൈകൾ സ്കൂൾ പരിസരത്ത് നട്ടു. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയെടുത്തു. 350ഓളം കുഞ്ഞിമംഗലം മാവിൻ തൈകൾ കുട്ടികൾ പരസ്പരം കൈമാറി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ലോകകപ്പിനെ വരവേറ്റുകൊണ്ട് കുഞ്ഞിമംഗലം റെഡ് സ്റ്റാർ കിഴക്കാനി ഫിറ്റ് പ്ലേ ക്യാമ്പിലെ കുട്ടികളുടെ പ്രചരണം നാടിന് ആവേശമായി. നിരവധി ആളുകളാണ് ആണ്ടാംകോവിലിലെ സമാപന ചടങ്ങിന് സാക്ഷ്യം വഹിച്ചത്. കുഞ്ഞിമംഗലം കിഴക്കാനി റെഡ് സ്റ്റാർ ഫിറ്റ് പ്ലേ ക്യാമ്പിലെ കുട്ടികൾ ലോകകപ്പിനെ വരവേറ്റുകൊണ്ട് വിളംബര ജാഥ സംഘടിപ്പിച്ചു. കുഞ്ഞിമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച വിളംബര ജാഥ പഞ്ചായത്ത് ഓഫീസ് വഴി ആണ്ടാംകോവിലിൽ സമാപിച്ചു. ആണ്ടാംകോവിലിൽ നിരവധി ആളുകൾ ആവേശത്തോടെ സമാപന ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. റെഡ് സ്റ്റാർ കിഴക്കാനി 2 വർഷത്തോളമായി സൗജന്യമായി നടത്തുന്ന ക്യാമ്പിൽ 130-ൽ പരം കുട്ടികൾ പരിശീലനം നേടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.